ഹായ് മക്കളെ, അങ്ങനെ നിങ്ങൾ ഇതാക്കുന്ന മാത്തമാറ്റിക്സിന്റെ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് വീട്ടിലിരിക്കുകയാണ്. പല ആളുകളും ആഗ്രഹിക്കുന്നുള്ള സാറേ ആൻസർക്ക് ഒന്ന് തരുമോ എന്നുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, വീഡിയോ മുഴുവനും കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടിയത് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എളുപ്പമാണോ അല്ലെങ്കിൽ ടഫായിരുന്നോ എന്ന് കൂടി കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം മക്കളെ. സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ടുണ്ടാകുന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഈ വീഡിയോ ഇപ്പോൾ അപ്പ് ചെയ്യുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യത്തെ ചോദ്യം നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത മോഡലുകൾ നോക്കാം. സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് സീക്വൻസ് ആണ് 5, 10, 15 അല്ലെ. ഈ കാണുന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ 10ാം പദം എത്ര? സോ 1ാം പദം 5, 2ാം പദം 10, സോ 10ാം പദം 50 ആണ് വരിക. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ നോക്കുക. അതായത് 5 + 45 9 × D. വാട്ട് ഈസ് ദ ഫസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ? അതായത് ഇതിലെ ആദ്യത്തെ പൂർണ്ണസംഖ്യ ഏത് എന്നാണ്. 15 കഴിഞ്ഞ് 20, 25. ആദ്യത്തെ 5ന്റെ സ്ക്വയർ ആണ് വരിക. 25 ആണ്. 2 മാർക്ക് കിട്ടാൻ പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഈ കാണുന്ന സെയിം മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. എക്സ് അക്ഷത്തിലെ ബിന്ദു എന്ന് പറഞ്ഞാൽ y 0 ആണ്. സോ 6,0 ഇസ് ദ റൈറ്റ് ആൻസർ. അതായത് ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ. നമുക്കറിയാം ഇവിടെ y രണ്ടും സെയിം ആണ്. സോ 5 - 1. ഇഷ്ടം പോലെ തവണ ഡിസ്കസ് ചെയ്ത മോഡലാണ്. 6 ആണ്. അടുത്ത നോക്കിയാൽ മക്കളെ, ഈ കാണുന്ന ടാൻജൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഈ കാണുന്ന ആംഗിൾ 140 ആണ്. ആംഗിൾ APB എത്ര? ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ഇവ തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടും. സോ ആംഗിൾ 40 ഡിഗ്രി ആണ്. ആൻഡ് ആംഗിൾ PAB ഇത് നിങ്ങൾക്ക് ഒരുപാട് തവണ പറഞ്ഞു തന്നതാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടാക്കുന്നത്. സോ അത് 140 ആണ് എങ്കിൽ ഇത് അതിൻ്റെ 70 ആണ്. സോ ഇത് 70 ആണെങ്കിൽ ഇവിടെ 70 വരും. ഇനി അല്ല എങ്കിൽ ഈ കാണുന്ന ആംഗിൾ നിങ്ങൾക്കറിയാം 20 ആണ്. ഇത് മൊത്തത്തിൽ 90 ആണ്. അങ്ങനെ വെച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. ഇത്ര ചെയ്താൽ തന്നെ ഈ കാണുന്ന ടോപ്പിക്കിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്കായിട്ടുണ്ട്. 4ാമത്തെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. യെസ്, എല്ലാവരും ശ്രദ്ധിക്കുക. ഓൾ എഡ്ജസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ആർ ഈക്വൽ ലെങ്ത്. ഒരു സ്ക്വയർ പിരമിഡിന്റെ എല്ലാ സൈഡുകളും ഈക്വൽ ലെങ്ത് ആണ്. സം ഓഫ് ഓൾ എഡ്ജസ് 72 സെന്റിമീറ്റർ. മക്കളെ, അതായത് എയും ഇയും ഇത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എയും ഇയും സെയിം ആണ് എങ്കിൽ പ്രിയപ്പെട്ട മക്കളെ എല്ലാ സൈഡും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. 8 സൈഡുകളാണ് മൊത്തമുള്ളത്. ടോട്ടൽ 8 എഡ്ജസ് ആണ്. സോ എയും ഇയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ 8 എഡ്ജുകൾ. ഇതിന്റെ എഡ്ജിന്റെ സം എന്ന് പറയുന്നത് 72 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജ് എത്രയാണ്? 8 ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് എ ബേസ് എഡ്ജ് ഓഫ് ദി ഗിവൺ സ്ക്വയർ പിരമിഡ്? ഇതിന്റെ പാദവാക്കിന്റെ അതായത് 72നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ആണ് റൈറ്റ് ആൻസർ. വളരെ സിമ്പിൾ ആണ്. അടുത്തൊരു ചോദ്യം നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നമ്പർ സ്ലിപ്പുകളായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. 1 മുതൽ 5 വരെയുള്ള സ്ലിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. അടുത്തായിട്ട് നിങ്ങളോട് എന്താണ് പറഞ്ഞത്? യെസ്, അനദർ ബോക്സ് കണ്ടെയ്ൻ പേപ്പർ സ്ലിപ്സ് നമ്പർഡ് 1, 2, 3. 1, 3, 1, 2, 3. ഓക്കെ, വിത്തൗട്ട് ലുക്കിംഗ് ഇൻ ടു ഇറ്റ് 1 പേപ്പർ സ്ലിപ്പ് ഈസ് ടേക്കൺ ഫ്രം ഈച്ച് ബോക്സ്. പെയർ ജോഡികളാണ്. സോ ഒന്നാമത് ചോദ്യം വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് നമ്പേഴ്സ് ആർ ഈക്വൽ? രണ്ടും ഈക്വൽ ആണുള്ള സാധ്യത. അപ്പോൾ രണ്ടും ഈക്വൽ ആയിട്ടുള്ള 1, 2, 3 മൊത്തം 3 എണ്ണം. ആകെ 5 × 3 15. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/5 എന്ന് എഴുതാം. ഇനി അല്ലെങ്കിൽ 3/15 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. വാട്ട് ഇസ് എ പ്രോബിലിറ്റി ദാറ്റ് ബോത്ത് ആർ പ്രൈം നമ്പർ? രണ്ടും പ്രൈം നമ്പർ ആണുള്ള സാധ്യത എത്രയാണ്? പ്രോബിലിറ്റി എത്രയാണ്? സോ ഇവിടെ പ്രൈം നമ്പർ ആയിട്ട് 1, 2, 3 എണ്ണം. ഇവിടെ പ്രൈം നമ്പർ ആയിട്ട് 1, 2. സോ 3 × 2 6. 6/15 ആണ് വരിക. അതായത് ഏതൊക്കെയാണ്? 2, 2, 2, 3, 3, 2, 3, 3, 5, 2, 5, 3. ആ കാണുന്ന ജോഡികൾ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും കിട്ടിയെന്ന പ്രതീക്ഷയോടുകൂടി ഇതും നമ്മൾ പറഞ്ഞ അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. സോ മക്കളെ, 30 ഡിഗ്രി 45 ഡിഗ്രി എവിടെ കണ്ടാലും നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം ഉള്ളത് സംശയരോഗമാണ്. 90ന് ഓപ്പോസിറ്റ് 6 ആണെങ്കിൽ 30ന് ഓപ്പോസിറ്റ് 3 ആണ്. 60ന് ഓപ്പോസിറ്റ് 3√3 ആണ്. സോ ആദ്യത്തെ ചോദ്യം വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് CD? CDയുടെ നീളം 3 ആണ്. 3 മാറിപ്പോവരുത്. ആൻഡ് 45:45 ഇത് എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇത് 45. സോ അടുത്ത ചോദ്യം വാട്ട് ഈസ് ലെങ്ത് ഓഫ് AB? അതായത് 3√3 + 3 ആണ്. ഒരിക്കലും 6√3 എന്ന് എഴുതരുത്. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ചോദ്യത്തിൽ എവിടെയെങ്കിലും നിങ്ങളോട് √3ന്റെ വാല്യൂ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ യൂസ് ചെയ്യുക. നോ നീഡ് ടു സിംപ്ലിഫൈ ഇറാഷണൽ ലൈക്ക് √2√3 അപ്രോക്സിമേറ്റ് അൺലെസ് യു ആർ ആസ്ക്ഡ് ടു സോ. അപ്പോൾ ഇവിടെ √3ന്റെ വാല്യൂ ഒന്നും ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്ര തന്നെ എഴുതിയാൽ ഫുൾ മാർക്കാണ്. അടുത്തത് നിങ്ങൾക്കറിയാം, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഒരു റെക്റ്റാങ്കിൾ തന്നിട്ട് കോർണറുകൾ കണ്ടുപിടിക്കാൻ. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇത് X അക്ഷത്തിനും Y അക്ഷത്തിനും പാരലൽ ആണ്, അഥവാ സമാന്തരമാണ്. സോ ഈ കാണുന്നത് 2,3 ആണെങ്കിൽ നേരെ വരയ്ക്കുമ്പോൾ X കൂടും, Yക്ക് ചേഞ്ച് ഉണ്ടാവില്ല. സോ Y എന്ന് പറയുന്നത് 3 തന്നെ ആയിരിക്കും. X എന്ന് പറയുന്നത് 2 + 5 ദാറ്റ് ഈസ് 7 ആണ്. ഇനി നേരെ കുത്തനെ വരയ്ക്കുന്ന സമയത്ത് ഇതിൽ കൃത്യമായിട്ട് തന്നു സ്ക്വയർ ആണ് എന്ന് തന്നിട്ടുണ്ട്. സ്ക്വയർ ആയതുകൊണ്ട് തന്നെ എല്ലാം 5 ആണ്. മേലോട്ട് പോകുമ്പോൾ Y കൂടും. സോ കുത്തനെ വരയ്ക്കുമ്പോൾ X മാറില്ല. 7,8. ഇനി 2 കിട്ടിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്.
2,8 is the right answer. അങ്ങനെ നമുക്ക് എല്ലാ പോയിന്റുകളും കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് 3 മാർക്കും കിട്ടി. അടുത്തൊരു ചോദ്യം നോക്കിയ മക്കളെ, ഞാൻ സെയിം നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്പറേ മാറുള്ളൂ എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ 6.5 സെൻറ്റിമീറ്റർ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നലെയും പറഞ്ഞു തന്നൊരു ക്വസ്റ്റ്യൻ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് സർക്കിൾ വരക്കുക. ഇത് ഞാൻ പറയേണ്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് അത്രയും അടിപൊളിയായിട്ട് നിങ്ങൾ വരച്ചിട്ടുണ്ടാവും ഈ മോഡൽ ചിത്രം 3 മാർക്കിൻ്റെ. അത് ദ ബേസ് എഡ്ജ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് 20 സെൻറ്റിമീറ്റർ. അതായത് ഒരു സ്ക്വയർ പിരമിഡിൻ്റെ ബേസ് എഡ്ജ് എന്ന് പറയുന്നത് 20 ആണ്. A equal to 20. And slant height എന്ന് പറയുന്നത് 26 ആണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി പിരമിഡ്? അപ്പോൾ ല എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. സോ മക്കളെ ല എന്ന് പറഞ്ഞാൽ L സ്ക്വയർ ഈസ് ഈക്വൽ ടു A/2 ഹോൾ സ്ക്വയർ പ്ലസ് H സ്ക്വയർ ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് H സ്ക്വയർ കിട്ടും, L സ്ക്വയർ മൈനസ് A/2 ഹോൾ സ്ക്വയർ. L സ്ക്വയർ എന്ന് പറഞ്ഞാൽ 26 ആണ്. 26 സ്ക്വയർ മൈനസ് 10 സ്ക്വയർ ആണ്. മക്കളെ 26 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര? 576 അല്ലേ? 26 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 576 അല്ലേ? സോറി 676. സോ 676 മൈനസ് 100 that is equal to H സ്ക്വയർ. സോ H is equal to 24 ആണ് ആൻസർ കേട്ടോ. 576. സോ H is equal to √576 that is 24 ആണ് ആൻസർ. സോ ഹൈറ്റ് is equal to എത്ര വരും? 24. ഹൈറ്റ് എത്രയാണ്? 24 ആണ്. What is the height of this square? 24. What is the volume of this square? That is 1/3 into A square H ആണ്. A എന്ന് പറഞ്ഞാൽ 20 ആണ് തന്നിട്ടുണ്ട്. സോ A square എന്ന് പറഞ്ഞാൽ 400 into height എന്ന് പറഞ്ഞാൽ 24 ആണ്. സോ നിങ്ങൾക്ക് 24ഉം 3ഉം കട്ട് ചെയ്യാം. 4 × 8 3200 സെൻറ്റിമീറ്റർ ക്യൂബ് കേട്ടോ. സെൻറ്റിമീറ്ററിലായി തന്നതുകൊണ്ട് സെൻറ്റിമീറ്റർ ക്യൂബ് എന്നതിനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് സെയിം മോഡൽ ചിത്രം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട മക്കളെ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ വന്ന അതേ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. PQ is a tangent from the point P to the circle center O. PS-ൻ്റെ നീളം 8 ആണ്. ഓക്കെ, PQ-ൻ്റെ നീളം 12 ആണ്. വാട്ട് ഈസ് ലെങ്ത് ഓഫ് PR? വളരെ സിമ്പിളാണ് PR-ൻ്റെ നീളം കാണാൻ. PS × PR അല്ലെ PR × PS ഈക്വൽ ടു PQ സ്ക്വയർ. ഓക്കെ, സോ PR എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. PR × PS എന്ന് പറഞ്ഞാൽ 8 ആണ്. ഈക്വൽ ടു PQ സ്ക്വയർ 144. മക്കളെ PR എന്ന് പറഞ്ഞാൽ എത്രയും 144 ഡിവൈഡഡ് ബൈ 8 ആണ്. സോ 144 14 1 64 8 18 വരും അല്ലേ? 18 9 8 64. യെസ്, 144. അപ്പോൾ 18 ആണ് വരുന്നത്. 18 ആൻസർ കിട്ടി. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് RS? അപ്പോൾ ഈ കാണുന്നത് 8 ആണെങ്കിൽ ഇത് ഇത്രയ്ക്കും 10 ആയിരിക്കും. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് റേഡിയസ്? 5. എന്തൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നോക്കി, കണക്റ്റഡ് ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 8 is added to the product of 2 consecutive even numbers. അപ്പോൾ ആദ്യത്തെ നമ്പർ നമ്മൾ X എന്ന് എടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ നമ്പർ എന്തായിരിക്കും? X + 2 ആയിരിക്കും അല്ലേ? അടുത്തത് റൈറ്റ് എ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ യൂസിങ്, അതായത് പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു 8 is added, ഇതിൻ്റെ കൂടെ 8ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 128. സോ X സ്ക്വയർ പ്ലസ് 2X പ്ലസ് 8 ഈസ് ഈക്വൽ ടു 128. അപ്പോൾ പ്ലസ് 8നെ അങ്ങോട്ട് കൊണ്ടാൽ X സ്ക്വയർ പ്ലസ് 8X equal to 128 minus 8, that is 120. X square plus 2X equal to 120 എന്ന് വരും. അതായത് പ്ലസ് 8X ഈക്വൽ ടു നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എന്ത് വരും? ക്വസ്റ്റ്യൻ എവിടെ പോയി? യെസ്, പ്ലസ് 8ന് അങ്ങോട്ട് കൊണ്ടാൽ മൈനസ് 8 ആണ്. സോ ഇനി സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാം. രണ്ട് ഭാഗത്തും +1 ആഡ് ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടുന്നു? X + 1 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 121. സോ X + 1 ഈസ് ഈക്വൽ ടു √121 എന്ന് പറഞ്ഞാൽ +or-1 ആണ്. സോ X + 1 ഈസ് ഈക്വൽ ടു +or-11 കേട്ടോ. 11 X + 1 ഈസ് ഈക്വൽ ടു -11. സോ ഇതിൻ്റെ ആൻസർ X ഈസ് ഈക്വൽ ടു 11 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ആണ്. X ഈസ് ഈക്വൽ ടു -12 ആണ്. അങ്ങനെ രണ്ട് നമ്പറുകൾ നിങ്ങൾക്ക് പോസിബിൾ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ 10,12 ആയിരിക്കും, അല്ലെങ്കിൽ -10, -12. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഉത്തരം എഴുതിയാലും കിട്ടും, അല്ലെങ്കിൽ രണ്ട് ഉത്തരം എഴുതിയാൽ അത്രയും അടിപൊളിയാണ്. സോ 11 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. ഇനി വളരെ സിമ്പിൾ ആണോ എന്ന് നോക്കാം. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ചിത്രം കാണുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വന്നാലും നമുക്ക് നമ്മൾ പഠിച്ച കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. ഇതിലാകെ തന്നിരിക്കുന്നത് ഏതാണ്? ഇപ്പോൾ ABO 20 ആണ്. ഈ കാണുന്ന ആംഗിൾ 20 ആണ്. അപ്പോൾ ഇതും 20 ആണ് നമുക്കറിയാം, കാരണം റേഡിയസ് ആണ്. അപ്പോൾ ഇത് 140 ആണ് നമുക്കറിയാം. ഒന്നാമത്തെ ചോദ്യം എന്താ? ADC എത്ര? ADC എവിടെ? ADC. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. കാരണം എന്താ? ഇത് ഡയമീറ്റർ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ADC എന്ന് പറഞ്ഞത് 90 ഡിഗ്രി ആണ്. ADC 90 ഡിഗ്രി ആണ് കേട്ടോ, തെറ്റിക്കരുതേ. ADC ഇതിൽ ആ ചെയ്ത മോൾ ചെയ്തത് എനിക്ക് കൊണ്ട് മാറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. OS സെൻറ്റർ, അപ്പോൾ സെൻറ്ററിലൂടെ കടന്നു പോകണമെങ്കിൽ ADC എത്രയാണ്? 90 ഡിഗ്രി ആണ് കേട്ടോ. ADC 90 ഡിഗ്രി. യെസ്. അടുത്തത് AOB എന്ന് പറഞ്ഞാൽ എത്രയാണ്? 140 ആണ്. AOB 140 ആണ്. ADB 70 ആണ് കേട്ടോ. ADB 70 ആണ്. കാരണം ഇവിടെ തന്നെ വരണം. ഇത് നിങ്ങൾ പല തെറ്റിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ശ്രദ്ധിക്കുക. ADB 70. ACD എന്ന് പറഞ്ഞാൽ മക്കളെ, ACD എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആംഗിളാണ്. ഈ കാണുന്ന ആംഗിൾ നോക്കൂ മക്കളെ, ഈ കാണുന്ന കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും ഈ കാണുന്ന കോഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും എന്താണ്? സെയിം ആണ്. സോ ഈ കാണുന്ന ആംഗിൾ എത്ര നമുക്ക് അറിയേണ്ടതുണ്ട്. സോ അത് തന്നെ ആയിരിക്കും ഇവിടെ വരാം. ഇത് 20 ഡിഗ്രി ആണ്. യെസ്.
20 ഡിഗ്രി. ക്വസ്റ്റ്യനിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട് ഈ കാണുന്ന എ ഡിയും ഈ കാണുന്ന എ ബിയും ഈക്വൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. സോ ഇത് 70 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇതും എന്തായിരിക്കും, ടോട്ടൽ 70 ആയിരിക്കും വരിക. ഓക്കെ, സോ ഈ കാണുന്ന ആംഗിൾ എ ബി ഡി എന്ന് പറഞ്ഞാൽ 7 എ സി ഡി അല്ലേ ചോദിച്ചത്, എ സി ഡി. ഇത് ടോട്ടൽ 70 ആണ്. സോ ഇവിടെ 20 ഓൾറെഡി ഉണ്ട്. സോ ഇത് 50 ആണ്. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ എത്രയാണോ അത് തന്നെ ആയിരിക്കും ഇതുണ്ടാവുക. സോ ഫൈനൽ ആൻസർ ഈസ് 70 തന്നെയാണ് കേട്ടോ, കാരണം ഇത് രണ്ട് ഈക്വൽ ആണ്. ഈ കാണുന്ന ആംഗിൾ 70, ഈ കാണുന്ന ആംഗിൾ 70 അല്ലേ, അതൊക്കെ യെസ്. ഇത് രണ്ടും പാരലൽ, സോറി ഐസോസ്ലെസ്. ഓക്കെ, റെഡിയാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ 70 വരും. സോ ഇതും എന്താണ് 70 വരും കേട്ടോ. ഓക്കെ, സോ അടുത്തൊരു ചോദ്യം നോക്കാം. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ റേഡിയസ് ആയിരിക്കും ചോദിക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും, ഡയമീറ്റർ ആയിരിക്കും. അപ്പോൾ ആദ്യം ഇവിടെ ചോദിച്ചത് ആംഗിൾ എ എത്ര എന്നാണ്, 70 40 110 110 5 115. സോ ഈ കാണുന്ന ആംഗിൾ 65 ഡിഗ്രിയാണ്, 65 ഡിഗ്രി. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ 65. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ഡയമീറ്റർ. സോ 2r ഈക്വൽ ടു എ ബൈ സൈൻ എക്സ്, എ ബൈ സൈൻ 65. സോ 2r ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ സൈൻ 65 എന്ന് പറഞ്ഞാൽ എത്ര, 0.91. ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഇൻറ്റു 100 മുകളിലും താഴത്തും ചെയ്താൽ മതി. നിങ്ങൾക്ക് കിട്ടും 700/91. എത്ര കിട്ടും, 700/91. എത്രയാണ് കിട്ടുന്നത്, ഏകദേശം നിങ്ങൾക്ക് കിട്ടുന്നത് 7.69 അല്ലെങ്കിൽ 7.7 എന്ന് എഴുതാം. ഓക്കെ, 0.91. സോ ഇതാണ് 7.7 ആണ് ഇതിൻ്റെ ഡയമീറ്റർ വരുന്നത്. അടുത്ത ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് എ ബി ആൻഡ് എ സി. മക്കളെ എ ബിയുടെ നീളം കാണണം. അപ്പോൾ 40 70 110 115 20. റെഡിയാണ്, ആംഗിൾ റെഡി അല്ലേ? ഓക്കെ, റെഡിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്, എ ബിയുടെ നീളം കാണുക. എ ബി എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, 2r ഈക്വൽ ടു എ ബി ബൈ സൈൻ 75. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 2r ഇൻറ്റു സൈൻ 75 ഈക്വൽ ടു എ ബി, ഈക്വൽ ടു എ ബി. സോ 2r എന്ന് പറഞ്ഞാൽ എത്രയാണ് കൃത്യമായിട്ട് അറിയാം, 7.7 ആണ്. ഇൻറ്റു സൈൻ 75 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 0.97 ആണ്. സോ കുറച്ച് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഉണ്ടാവും. സോ വളരെ സിമ്പിളാണ്. 7.7 നമുക്ക് എന്താക്കാം, 77/10 എന്ന് എഴുതാം. ഇൻറ്റു 0.97 നിങ്ങൾക്ക് എന്താക്കാം, 97/100 എന്ന് എഴുതാം. സോ കാൽക്കുലേഷൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സമയം നിങ്ങൾക്ക് കുറച്ച് കളയും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഏകദേശം 0 അല്ലെങ്കിൽ 3 പോയിന്റുകളുണ്ട്. സോ 7.469. ഇതിന് നമുക്ക് അറൗണ്ട് ചെയ്തിട്ട് 7.5 എന്ന ആൻസർ ചെയ്താൽ കേട്ടോ. സോ ഈ കാണുന്ന എ ബിയുടെ നീളം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി, നമുക്ക് 7.5 എന്ന് കിട്ടി. ഇന്നലെ 7.4 ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി അത് എ സിയുടെ നീളമാണ്. എ സിയുടെ നീളം ഇതേപോലെ തന്നെ 2r ഈസ് ഈക്വൽ ടു, അഥവാ 7.7 ഈസ് ഈക്വൽ ടു എ സി ഡിവൈഡഡ് ബൈ സൈൻ 40 ആണ്. സോ എ സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 7.7 ഇൻറ്റു സൈൻ 40. സൈൻ 40 എന്ന് പറഞ്ഞാൽ എത്ര, 0.64. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്ത് ചെയ്യാം, 77/10 ഇൻറ്റു 64/100. അപ്പോൾ നിങ്ങൾക്ക് ഈ കാണുന്ന ടോപ്പിക്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നുന്നത് ഈ കാൽക്കുലേഷൻ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ നിങ്ങളുടെ സമയം പോയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് ഉത്തരം അറിയുകയും ചെയ്യും. 4928/1000, ഏകദേശം 4.9 ആൻസർ വരും കേട്ടോ, 4.9. ഓക്കെ, സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും ഏകദേശം ഇതിൻ്റെ ഐഡിയ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാർക്ക് കിട്ടും കേട്ടോ. സോ അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. -1,2 7,2 3,5 ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടിസസ് ആണ്. ഓരോന്നിൻ്റെ സൈഡ് കണ്ടുപിടിക്കാൻ. സോ എ ബി എന്ന് പറഞ്ഞ സൈഡ് ഇത് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും, രണ്ടും 2 ആണ്. സോ 7 - -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ആണ്. ഇനി അടുത്തത് ബി സി നോക്കുന്ന സമയത്ത് ഇവിടെ നോക്കിയാൽ ബി സി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ടും സെയിം ആയിട്ട് വരുന്നില്ല. √3 - 7 7 - 3 ഹോൾ സ്ക്വയർ പ്ലസ് 5 - 2 അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇത് 5 കിട്ടും. ഓക്കെ, സോ അടുത്തത് എ സി ആണ്. എ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ സി എന്ന് പറഞ്ഞാൽ 3 - -1 3 - -1 4 സ്ക്വയർ പ്ലസ് 5 - 2 ദാറ്റ് ഈസ് 3 സ്ക്വയർ. 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു അഗൈൻ 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ കാണുന്നതിൽ രണ്ട് സൈഡുകൾ ഈക്വൽ ആണ്. സോ ഇറ്റ് ഈസ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ അഥവാ സമപാർശ്വ ത്രികോണമാണ്. അപ്പോൾ ഇതിൻ്റെ സ്യൂട്ടബിൾ പേരെന്താണ്, ഐസോസ്ലെസ് ആണ് കേട്ടോ. അത് ഇതേ മോഡൽ ചോദ്യം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കിൾ വരയ്ക്കുക, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 50 ഡിഗ്രി വിത്ത് ഓൾ സൈഡ്സ് ടച്ചസ് ദി സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 180 - 70 180 - 50 വെച്ചുകൊണ്ട് ആ സർക്കിൾ വരച്ചാൽ മതി. അടുത്ത എല്ലാവരും ശ്രദ്ധിച്ചോളൂ മക്കളെ, സെൻട്രൽ ആംഗിൾ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രോം എ സർക്കിൾ ഓഫ് റേഡിയസ് 18 സെൻറ്റിമീറ്റർ. ഒരു സർക്കിളിൻ്റെ റേഡിയസ് 18 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ അർത്ഥം L ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ R ഈക്വൽ ടു 18. പിന്നെ എന്താ പറഞ്ഞത്, എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 140 ഡിഗ്രി. സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്രകോൺ എത്രയാണ്, 140 ഡിഗ്രി ആണ്. സോ എക്സ് ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി.
പിന്നെ എന്ത് തന്നിട്ടുണ്ട്? is cut out and made into a cone. What is the slant height of the cone? First answer r equal to l ആണ്. So 18 ആണ്. What is the radius of the cone? So r by l. r by l is equal to x by 360 ആണ്. സോ നിങ്ങൾക്ക് 0 0 കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും കട്ട് ചെയ്യാം. 18 36 ആണെങ്കിൽ ഇവിടുന്ന് കട്ട് ചെയ്യാം. 1 2 വരും. സോ r is equal to 14/2 7 എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. r equal to 7 ആണ്. അതേപോലെ അതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്നാൽ പൈ ആർ എൽ ആണ്. സോ പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ 18 ആർ എന്ന് പറഞ്ഞാൽ 7 ആണ്. ഇൻറ്റു എൽ എന്ന് പറഞ്ഞാൽ 18 ആണ്. സോ 18 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടടാ? യെസ്, ഏകദേശം 126 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ കേട്ടോ. അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് 17ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും. യെസ്, ഈ മോഡൽ നമ്മൾ സൈൻ = 1/2 ഒക്കെ വെച്ച് മോഡൽ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ബി സി 5 ആണെങ്കിൽ എ സി എത്ര? അപ്പോൾ 5/13 ആണ്. സൈൻ എന്ന് പറഞ്ഞാൽ 5/13 ആണ്. 13. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഓഫ് എ ബി നമുക്കറിയാം 5 13 ആണെങ്കിൽ ഇത് 12 ആണ്. ടാൻ എ എന്ന് പറഞ്ഞാൽ 5/12 ആണ്. 5/12. ടാൻ എ ഇൻറ്റു ടാൻ സി എന്ന് പറഞ്ഞാൽ 5/12 ഇൻറ്റു ടാൻ സി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12/5 ആണ്. സോ 5ഉം 5ഉം കട്ട് ചെയ്താൽ 1 കിട്ടും. സിമ്പിൾ പവർഫുൾ. ദ കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് ഓൺ ദി എക്സ് ആക്സിസ്. ഇതേ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അല്ല. ഞാൻ ചിത്രം വരച്ച് കാണിച്ചു തന്നു. ചോദ്യം അല്ലാതെ ചിത്രം വെച്ചിട്ട് തന്നു. അതായത് റേഡിയസ് ഓഫ് ദി സർക്കിൾ 3ഉം 4ഉം ആണെങ്കിൽ അതിൻ്റെ റേഡിയസ് എത്രയാണ്? 5 ആണ്. √3² + 4². നിങ്ങൾക്ക് 5 കിട്ടും. അതായത് കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ് വേറെ കട്ട് സർക്കിൾ എക്സ് ആക്സിസ് 5,0 -5,0. ഇതേ സാധനം ചിത്രമില്ലാതെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. പിന്നെ വാട്ട് ആർ ദി പൊസിഷൻ ഓഫ് -1, -5 ഇൻ ദിസ് പിക്ചർ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? √-1ൻ്റെ സ്ക്വയർ 1², 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ നമുക്ക് മനസ്സിലായി 25നേക്കാൾ കൂടുതലാണ്. 26 ആണ്. 26 എന്ന് പറഞ്ഞാൽ ഔട്ട് സൈഡ് ആണ് വരിക കേട്ടോ. പുറത്താണ്, വൃത്തത്തിന് പുറത്താണ്. 25ന് കൂടുതൽ എത്ര വന്നാലും പുറത്താണ്. യെസ്, അതെ. ഇത് നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്ത മോഡലാണ്. യെസ്, ദ സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ എ ബി സി ടച്ചസ് ദി സർക്കിൾ അറ്റ് ദി പോയിന്റ് പി ക്യു ആർ. എ പിയും പി ബിയും 5 ആണ്. എ പിയും പി ബിയും 5 ആണ്. ഇത് രണ്ടും 5 ആണ്. സോ ഇത് രണ്ടും 5 ആണ്. ഇത് രണ്ടും 5 ആണ്. ഓക്കെ. ആംഗിൾ ബി = 60 ഡിഗ്രി ആണ്. ആംഗിൾ ക്യു ആർ 120 ആണ്. ആംഗിൾ ബി = 60. ഇത് 60 ആണ്. ഇതും എത്രയാണ്? 60 ആണ്. സോ ഇതും 60 ആണ്. ഇത് രണ്ടും 60 ആണ്. ഇത് മൂന്നാമത്തെ 60 ആയിരിക്കും. സോ ഇതൊരു ഈക്വലാറ്ററൽ ട്രയാങ്കിൾ സമഭുജ ത്രികോണമാണ്. സോ ഇത് 5 5 10. സോ ഇതും എത്ര ആയിരിക്കും? 10 ആയിരിക്കും ഉണ്ടാവുക. സോ ഈ കാണുന്ന നീളം എത്ര ആയിരിക്കും? 5 5. ഈ മോൾ ചെയ്ത് കറക്റ്റാണ് അല്ലേ? ആംഗിൾ സി മോളോ മോനോ ആരോ ആയിക്കോട്ടെ. ആംഗിൾ സി 60 ആണ്. വാട്ട് ഈസ് എ പെരിമീറ്റർ? 15 ആണ്. 30 ആണ്. പെരിമീറ്റർ എത്രയാണ്? 30 ചുറ്റളവ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഓഫ് ദി ഇൻസർക്കിൾ, റേഡിയസ് എന്ന് പറഞ്ഞാൽ r = a/s ആണ്. ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ 30/60/90 വെച്ചിട്ടും ചെയ്യാം കേട്ടോ. യെസ്, ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇത് 60 ആണ്. 60ന് ഓപ്പോസിറ്റ് 5 ആണെങ്കിൽ 30ന് ഓപ്പോസിറ്റ് 5/√3 എന്ന ആൻസർ കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് SR = A. SR = A. അത് നിങ്ങൾക്ക് റേഡിയസ് കിട്ടും a/s. നമുക്കറിയാം ഒരു ഈക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ √3a²/4 ആണ്. ഏരിയ = √3 × a², 5²/4. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അല്ലാതെയും ചെയ്യാം. അപ്പം r = a/s. √3 × a എന്ന് പറഞ്ഞാൽ 10² അല്ലേ? 100 ആണ്. 100/4 a² 4. സോ 25/√3 വരും. ഓക്കെ. സോ r = a/s. a എന്ന് പറഞ്ഞാൽ 25√3/s എന്ന് പറഞ്ഞാൽ 30ൻ്റെ പകുതി 15. സോ 25ഉം 15ഉം നമുക്ക് കട്ട് ചെയ്യാം. 25ൽ 5 എണ്ണം 5√3/3. മക്കളെ 5/√3 എന്ന് എഴുതുന്നതും 5/√3 എന്ന് എഴുതുന്നതും 5√3/3 എന്ന് എഴുതുന്നത് സെയിം ആണ് കേട്ടോ. 5/√3 = 5/√3 = 5√3. അപ്പോൾ ഞാൻ പറയുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ്? ഇങ്ങനെ 60 ഡിഗ്രി വെച്ചിട്ട് ഈ കാണുന്ന ആൻസർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ല വഴി കേട്ടോ. ഏറ്റവും എളുപ്പമുള്ള വഴി. നിങ്ങൾ അങ്ങനെ തന്നെ കാണുന്ന ഒരു നിർബന്ധമില്ല. r = a/s വെച്ച്. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മളൊന്നും ഡിസ്കസ് ചെയ്യാത്തൊരു മോഡലാണ്. പക്ഷേ സിമ്പിളാണ് വിചാരിച്ചാൽ. ഐഡിയ ഉള്ളവർക്ക് സിമ്പിളാണ്. ഇത് ശരിക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ആംഗിൾ എ ബി സി ഡി ഈസ് എ റോംബസ്, സമഭുജ സാമാന്തരികമാണ്. ആംഗിൾ ബി എ ഡി = 80. ഈ കാണുന്ന ആംഗിൾ 80 ആണ്. എ സി = 10 ആണ്. എ സിയുടെ നീളം എത്രയാണ്? 10 ആണ്. സോ ഇത് 10 ആണ്. നമുക്കറിയാം ഈ കാണുന്ന നീളം 5 ആണ്. എ പിയുടെ നീളം എത്ര? 5. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ബി. പി ബിയുടെ നീളം എത്ര? ഈ കാണുന്ന നീളം എത്ര? ആ കാണുന്ന നീളം ഈ കാണുന്ന നീളം സെയിം ആണ്. ഇത് 40 ഡിഗ്രി ആണ്. സോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? tan 40 = ഈ കാണുന്നത് 90 ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ tan 40 = PD/5. tan 40 = PD/5 കിട്ടും. സോ 5 × tan 40 = PD.
അല്ലേ? 5 × tan 40 = എന്താണ്? പി ഡി ആണ്. കാരണം ചിത്രത്തിൽ പി ഡിയും പി ബിയും ഈക്വൽ ആണ്. അതുകൊണ്ട് പി ബി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പി ഡി കണ്ടുപിടിച്ചാൽ മതി. സോ tan 40ൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. tan 40 = 0.83. സോ 5 × 0.83 നിങ്ങൾ ചെയ്യാൻ 8.3ൻ്റെ പകുതി എടുത്താൽ മതി. 4.15 ഏകദേശം 4.1 എന്ന് എഴുതിയാലും മതി, അല്ലെങ്കിൽ 4.15 4.1. ഓക്കെ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദി റോംബസ്. നമുക്കറിയാം ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, d1 × d2/2 അല്ലേ? d1 × d2 ഏരിയ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ അത് നോക്കിയാൽ കിട്ടുള്ളൂ. d1 × d2/2. ഓക്കെ, ഹാഫ് × d1 × d2 ഇതാണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഡയഗണൽ അറിയാമെങ്കിൽ സോ മക്കളെ ഇത്രേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു d1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. d1 എന്ന് പറഞ്ഞാൽ 5 + 5 10 ആണ്. 10 × d2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കാണുന്ന ക്വസ്റ്റ്യൻ d2 എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചു 4.1 4.1 8.2 8.2. സോ 10 × 82/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 41 cm² വരും കേട്ടോ. ഏകദേശം 41 cm². ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ചില ആൾക്കാരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഓപ്ഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടെക്സ്റ്റ് ബുക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നമ്മുടെ ആപ്പിൽ അസ്ത്ര ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത കുട്ടിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം ആപ്പിൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ് അത്. വോളിയം ഓഫ് സർഫസ് ഏരിയ ആൻഡ് സോളിഡ് മെറ്റൽ സ്ഫിയർ ആർ ന്യൂമറിക്കലി ഈക്വൽ. അത് ഒരു പുതിയ മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് സർഫസ് ഏരിയയും അതേപോലെ തന്നെ സ്ഫിയറും ഈക്വൽ ആണ് വോളിയം. അപ്പം സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ് അല്ലേ? 3πr², 4πr² = 4/3 πr³. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ? അപ്പോൾ ഈക്വൽ ആയിട്ടുള്ളതൊക്കെ വെട്ടാം. 4 വെട്ടാം, പൈ വെട്ടാം, r² ക്യൂബും വെട്ടാം. അപ്പോൾ ഒരു 6 മാത്രം വരും. സോ 1 = r/3. സോ 3 = r. റേഡിയസ് എത്രയാണ്? 3 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതിൻ്റെ റേഡിയസ് എത്രയായിരിക്കും? 3 ആയിരിക്കും. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദി സ്ഫിയർ? അത് ബൈ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് ഹൗ മെനി സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് 1 cm ക്യാൻ ബി മെയ്ഡ്. അതായത് 3 cm റേഡിയസ് ഉള്ള ഇതിൽ നിന്നും 1 cm റേഡിയസ് ഉള്ള സ്ഫിയർ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര എണ്ണം? എന്താണ് വോളിയം ഓഫ് സ്ഫിയർ? വലിയതിൻ്റെ വോളിയം n = വലിയതിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ വലിയതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ 4/3 πr³ × 3³ 3 × 3 × 3 ഡിവൈഡഡ് ബൈ 4/3 ചെറിയതിൻ്റെ വോളിയം പൈ × r എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 × 1 × 1. സോ 4/3 π കട്ട് ചെയ്യാം. 3 × 3 × 3 27 ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അതും കുറച്ചൊരു ടഫായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് പറയാം. പക്ഷേ സിമ്പിളാണ്. ഓക്കെ, ഇത് 4n + 1. ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? 4 + 1 ദാറ്റ് ഈസ് = 5 ആണ്. വാട്ട് ഈസ് 20 ഫസ്റ്റ് ടേം? 21 × 4. 21 × 4 പറഞ്ഞാൽ 80 84 84 + 1 85. അത് വാട്ട് ഈസ് ദ സം ഓഫ് ഫസ്റ്റ് 21 ടേംസ്? അപ്പോൾ S21 നിങ്ങൾക്ക് 2 വൈകളുണ്ട്. S21 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ 11ാമത്തെ ടേം ആയിരിക്കും അല്ലേ? S21 പറഞ്ഞാൽ 11ാമത്തെ ടേം ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. 11ാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 44 1 45 45 × 21. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തോളൂ കേട്ടോ. ഞാൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തതാണ്. 945. ഓക്കെ, ആൻസർക്കിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും പറയാം കേട്ടോ. Okay, what is the sum of the first 21 terms of the sequence obtained by adding 1 to each term of the sequence? What is the sum of first 21 terms of the sequence obtained by adding 1 to each term of the sequence? ഈ കാണുന്ന എല്ലാ സീക്വൻസിലേക്കും 1 ആഡ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ 21 ടേമിൻ്റെ സം എന്തായിരിക്കും? അപ്പോൾ എല്ലാത്തിലേക്കും 1 ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 21 ടേമിലേക്ക് ഓരോന്ന് ആഡ് ചെയ്താൽ 21 കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാണ്ടാവും. സോ 945 + 21 ദാറ്റ് ഈസ് = 966 കേട്ടോ. അപ്പം എന്താ പറഞ്ഞത്? വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 21 ടേംസ് ഓഫ് ദി സീക്വൻസ് ഒബ്റ്റൈൻഡ് ബൈ ആഡിങ് 1 ടു ഈച്ച് ടേം ഓഫ് ദി സീക്വൻസ്. ഇതിലേക്ക് നമ്മൾ 1 കൂടി ആഡ് ചെയ്യാണ്. ഓക്കെ, ഇതിലേക്ക് നമ്മൾ 1 കൂടി +1 കൂടി ആഡ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ ടേമിൽ 1 ആഡ് ചെയ്യും, രണ്ടാമത്തെ ടേമിൽ 1 ആഡ് ചെയ്യും, അങ്ങനെ 21 ടേമിൽ 1 ആഡ് ചെയ്യും. അപ്പോൾ അത്രയും സമ്മയിലേക്ക് കൂടും. അടുത്തൊരു ക്വസ്റ്റ്യൻ വെറൈറ്റി ആണ്. ഇതേപോലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വെറൈറ്റി ആണ്. നിങ്ങൾക്ക് 72 മാർക്ക് ഉണ്ടെങ്കിൽ A+, 80 മാർക്ക് ഉണ്ടെങ്കിൽ ഫുൾ മാർക്കും, 110 110ൻ്റെ വേറെ ലെവലുമാണ്. A cylindrical vessel of radius 20 cm and height 30 cm is filled with water. ഒരു സിലിണ്ടർ ഷേപ്പിലുള്ള വെസലാണ്. സിലിണ്ടർ വെസലാണ്. A cylindrical vessel of radius 20 cm and height 30. Radius 20, height 30.
ഓക്കെ. ഈസ് ഫില്ഡ് വിത്ത് വാട്ടർ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്? ഇതിൽ എത്ര ലിറ്റർ കൊള്ളും? സോ ലിറ്റർ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ എച്ച് ആണ്. സോ പൈ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 ഇൻറ്റു 20 ഇൻറ്റു ഹൈറ്റ്, ദാറ്റ് ഈസ് ഇക്വൽ ടു 400 ഇൻറ്റു 30, 4 ഇൻറ്റു 12 1200 അല്ലേ, 12000, 400 ഇൻറ്റു 30. സോ 12000 ലിറ്റർ കൊള്ളും. 12000 ഇൻറ്റു പൈ മീറ്റർ ക്യൂബ്. മീറ്ററിലല്ലേ തന്നെ, സെൻറ്റിമീറ്ററിലായിട്ട് തന്നെ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ക്യാൻ ഇറ്റ് ഹോൾഡ്? അപ്പോൾ സെൻറ്റിമീറ്ററിലാണ് തന്നത്, സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് ആദ്യം പൈയിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. 12000 ഇൻറ്റു 3.14. സോ 2 പോയിൻ്റ് അവിടെ പോകും. 120 ഇൻറ്റു 314 സെൻറ്റിമീറ്റർ ക്യൂബ്. എത്ര അവിടെ കിട്ടാം? 120 ഇൻറ്റു 314 37,680 സെൻറ്റിമീറ്റർ ക്യൂബ്. നമ്മൾ ചോദിച്ചത് എത്ര ലിറ്റർ എന്നാണ്. സോ ഈ തന്നിരിക്കുന്നത് നമ്മൾക്ക് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? അപ്പോൾ ഈ കാണുന്ന ആൻസറിന് എന്ത് ചെയ്താൽ മതി? ബൈ അല്ലെ ഇൻറ്റു 0.001 ചെയ്താൽ മതി, അല്ലെങ്കിൽ ബൈ 1000. സോ 37,680 ഡിവൈഡഡ് ബൈ 1000. ഓക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് എവിടെ നിന്ന് ചെയ്യാം? ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ വേണമെങ്കിൽ. അപ്പോൾ ഈ 3 0 വെട്ടി പോകും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? 12 ഇൻറ്റു പൈ ലിറ്റർ ആയിരിക്കും. ഓക്കെ. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ സെൻറ്റിമീറ്ററിൽ ആയതുകൊണ്ട് വേണമെങ്കിൽ അവിടുന്ന് അങ്ങനെ ചെയ്യാം കേട്ടോ. സോ 12 പൈ ആയിരിക്കും ഇതിൻ്റെ ആൻസർ വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 37.68 ലിറ്റർ. 12 പൈ എന്ന് പറഞ്ഞാൽ എത്ര? 12 ഇൻറ്റു 3.14. 12 ഇൻറ്റു 3.14 ഏകദേശം 30.68. യെസ്, കറക്റ്റാണ്. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് എ സോളിഡ് മെറ്റൽ സ്ഫിയർ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ടു ദി വെസൽ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ റിമൈൻ ഇറ്റ്? അതിലേക്ക് നമ്മൾ എന്താക്കാണ്? ഒരു സോളിഡ് മെറ്റൽ സ്ഫിയർ, അതായത് സോളിഡ് മെറ്റൽ സ്ഫിയർ എന്ന് പറഞ്ഞാൽ സ്ഫിയർ, ഇതാണ് സ്ഫിയർ. ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? 15 ആണ്. റേഡിയസ് 15. സോ ഇതിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബ്. ആർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 15 ഇൻറ്റു 15 ഇൻറ്റു 15. സോ 15 3 കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ന്യൂമറിക്കലി കുറച്ച് ടൈറ്റാണ് അല്ലേ? 15 ഇൻറ്റു 15 225, 15 ഇൻറ്റു 15 ഇൻറ്റു 5 ഇൻറ്റു 4 ഏകദേശം 4500 പൈ ഡിവൈഡ് ബൈ 1000 ചെയ്താൽ ലിറ്റർ ചെയ്താൽ അപ്പം 4.5 ഇൻറ്റു പൈ ലിറ്റർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 പൈ ലിറ്റർ. 4.5 ചെയ്താൽ ഏകദേശം 14.13 ലിറ്റർ കിട്ടും. അപ്പോൾ നമ്മൾ ചോദിച്ചത് ഇതിൻ്റെ ലിറ്റർ അല്ല ചോദിച്ചത്, പകരം അത് നമ്മൾ അതിലേക്ക് മുക്കുകയാണെങ്കിൽ ബാക്കി വരുന്നതാണ്. അപ്പോൾ ടോട്ടൽ മൈനസ്, അതായത് 37.6, ഫൈനൽ ആൻസർ 37.68 നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 14.13 കുറയ്ക്കണം. എത്ര കിട്ടും? 37.68 മൈനസ് 14.13 ഏകദേശം 23.55 ലിറ്റർ കിട്ടും കേട്ടോ. 23.55 ലിറ്റർ ആണ് ബാക്കി ഉണ്ടാവുക കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ചൊരു ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. 24ാമത്തെ ക്വസ്റ്റ്യനിൽ എത്തിയിട്ടുണ്ട്. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ദി ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് സീസ് ദ ടോപ്പ് ഓഫ് എ ടവർ 40 മീറ്റർ അവേ അറ്റ് എലിവേഷൻ ഓഫ് 30 ഡിഗ്രി. ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ഒരാളുള്ളത്. എന്നിട്ട് വേറൊരു ടവറിൻ്റെ മുകൾ ഭാഗം 40 ഡിഗ്രി 35 ഡിഗ്രി ആംഗിൾ ഓഫ് എലിവേഷനിൽ കാണുന്നു. 35 ഡിഗ്രി. ഇതിൻ്റെ അടിഭാഗം 50 ഡിഗ്രിയിലും കാണുന്നു അല്ലേ? അങ്ങനല്ലേ പറഞ്ഞേ? 35 ഡിഗ്രിയിലും ഡിപ്രഷൻ 50 ഡിഗ്രിയിലും. ഡ്രോപ്പ് ഫിഗർ വരയ്ക്കുക. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്ര? ബിൽഡിങ്ങും പിന്നെന്താ ഉള്ളത്? ബിൽഡിങ്ങും ടവറും. ഒരു ടവർ, ഒരു ബിൽഡിംഗ്. സോ ഈ കാണുന്നത് 50 ഡിഗ്രിയാണ്, ഇത് 40 ആണ്. സോ ഇവിടെ നമുക്ക് ഏത് യൂസ് ചെയ്യാം? tan 50 യൂസ് ചെയ്യാം. tan 50 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഹൈറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ 40 ഇൻറ്റു tan 50. ക്വസ്റ്റ്യനിൽ tan 50ൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. tan 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.19. സോ 40 ഇൻറ്റു 1.19 ഈക്വൽ ടു ഹൈറ്റ്. 40 ഇൻറ്റു 1.19 ദാറ്റ് ഈസ് ഈക്വൽ ടു 47.6 ഈക്വൽ ടു ഹൈറ്റ്. 47.6.
അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ? ടവറിൻ്റെ ഹൈറ്റ് എത്ര? അപ്പോൾ നമുക്കിത് ഇത്രയും കാലം എത്ര കിട്ടി? 47.6 ആണ്. സോ എന്ത് കിട്ടിയാൽ മതി? ഈ കാണുന്നത് 40 ആണ്, ഇതും 40 ആണ്. ഈ നീളോടും കിട്ടിയാൽ മതി. സോ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? tan 35 ഈസ് ഈക്വൽ ടു tan 35 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് h2 by 40. സോ 40 ഇൻറ്റു tan 35 എത്രടാ? tan 35 എന്നാൽ 0.7 കേട്ടോ. 0.7 ഈക്വൽ ടു h2. സോ 40 ഇൻറ്റു 0.4 ഇൻറ്റു 28 വരും. യെസ്, 28 ഈക്വൽ ടു h2. സോ ടോട്ടൽ ഹൈറ്റ്, ടവറിൻ്റെ ഹൈറ്റ്, ടോട്ടൽ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 28 പ്ലസ് 47.6. 8 പ്ലസ് 47.6 ദാറ്റ് ഈസ് ഈക്വൽ ടു 75.6 ഇതിൻ്റെ ഹൈറ്റ് വരിക, ടോട്ടൽ ഹൈറ്റ് വരിക കേട്ടോ. നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. സംഭവം സിമ്പിളാണ്. ന്യൂമറിക്കലി കുറച്ചൊരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ. അപ്പം 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുന്ന സമയത്ത് കുറച്ചൊരു സമയം പോകുന്നൊരു സംഭവമാണ്, പക്ഷേ കിട്ടും. അപ്പോൾ നമ്മളെ ക്ലാസ്സുകളൊക്കെ കണ്ട ആളുകൾക്ക് എന്തായാലും ഉത്തരം കിട്ടും, യാതൊരു സംശയമില്ല. കുറച്ചൊരു സമയം ചിലപ്പോൾ പോയിട്ടുണ്ടാകും. നിങ്ങൾ എന്താണോ ഫീൽ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഡ്രോ എക്സ്, വൈ ആക്സസ് ആൻഡ് മാർക്ക് ദ ഫോളോയിങ് പോയിന്റ്സ്. അപ്പോൾ എക്സും വൈ ആക്സസ് മാർക്ക് ചെയ്യുക, എന്നിട്ട് ഈ കാണുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. സംഭവം സിമ്പിളാണ്. എ എന്ന് പറഞ്ഞത് -3,0 -3,0. ബി എന്ന് പറഞ്ഞത് 3,0. സി എന്ന് പറഞ്ഞത് 6,4. കുറച്ച് അങ്ങോട്ട് വരും അല്ലേ? 6,4 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വരും. ആൻഡ് 0,4. ഏകദേശം ഇങ്ങനെ വരും. അപ്പോൾ അതിൻ്റെ ഏരിയ ഓഫ് ദി കോർഡിനേറ്റർ ഫോംഡ് ബൈ ജോയിൻ ദീസ് പോയിന്റ്സ് ഇൻ ഓർഡർ. അപ്പോൾ ഇത് ജോയിൻ ചെയ്യിപ്പിക്കുന്നതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ്. സോ ഏരിയ കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. നമുക്കറിയാം ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. ഹൈറ്റ് എത്രയാണ്? 4 ആണ്. ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സിമ്പിളാണ്. 3 - 3 6 ആണ്. സോ ഏരിയ ഈസ് ഈക്വൽ ടു 6 × 4 24 ആണ് കേട്ടോ. 24 cm². സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പവർഫുൾ ആണ്. ഐഡിയ ഉള്ളവനെ കിട്ടുള്ളൂ. ഓക്കെ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഈ കാണുന്ന ആംഗിൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്താണ്. ഈ കാണുന്ന ആംഗിൾ എത്രയാണ്? 65 ആണ്. സോ ഇതും 65 ആണ്. ഇത് 55 ആണ്. ഇത് 55 ആണ്. സോ ഇതും 55 ആണ്. 65ഉം 55ഉം 110ഉം 120. സോ ഇത് 60 ആണ്. ഇത് 60 ആണ്. ഇത് രണ്ടും 60 ആണ്. സോ ഇതും 60 ആണ്. ഇത് 55, 50, 110. ഇത് 70 ആണ്. ഇത് 50 ആണ്. ഓക്കെ. എല്ലാ ആംഗിളും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ ഐഡിയ ക്ലിയർ ആണ്. അപ്പോൾ 26ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി 27, 28, 29 3 ക്വസ്റ്റ്യൻ കൂടിയാണ് നമുക്ക് ബാക്കിയുള്ളത്. ഇത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രയാങ്കിൾ വരച്ചുകൊണ്ട് നിങ്ങളോട് എന്താക്കാൻ പറയും? ഇൻ സർക്കിൾ വരക്കാൻ പറഞ്ഞാൽ മീഡിയൻ ആണ് നമ്മൾ വരക്കുന്നത്. അതായത് ആംഗിൾ ബൈസെക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. ഇനി അടുത്തത് എ ടോയ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ഒരു ടോയ് എന്ന് പറയുന്നത് സ്ക്വയർ പിരമിഡിൻ്റെ ഷേപ്പിലാണ്. ഓക്കെ. ഇത് നമ്മൾ ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഇത് ബേസ് പെരിമീറ്റർ 96, അതായത് 4a = 96 ആണ്. സോ a = 96/4. ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ൽ 2, 14 ൽ 4, 24. ഹൈറ്റ് h is equal to 9 ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ബേസ് എഡ്ജ് ഓഫ് ദി ടോയ്? 24. വാട്ട് ഈസ് സ്ലാൻഡ് ഹൈറ്റ്? L is equal to a/2 whole square plus h square. അല്ലേ? a/2 whole square plus h square. ടോയ് സ്ക്വയറിന് 144 plus 81. So 225. So L is equal to 15. L is equal to എത്രയാണ്? 15 ആണ്. ഓക്കെ. L എത്രയാണ്? 15 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഫൈൻഡിങ് 100 സച്ച് ടോയ്സ്? ഇതുപോലെ 100. അപ്പോൾ നമുക്ക് ആദ്യം ഒന്നിൻ്റെ കണ്ടുപിടിക്കണം. സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ. അപ്പോൾ എത്ര കിട്ടും? ടോട്ടൽ സർഫസ് ഏരിയ എന്നാൽ a² + 2al ആണ്. a² എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നു 24 ആണ്. സോ 24² + 2 × 24 × L എന്ന് പറഞ്ഞാൽ എത്രയാണ്? L എന്ന് പറഞ്ഞാൽ 15 ആണ്. സോ 24ൻ്റെ സ്ക്വയർ 576 + 2 × 24 48 × 15. 48 × 15 എത്രയാണ്? 720. സോ 576 + 720 1296 സെൻറ്റിമീറ്റർ. ഇങ്ങനത്തെ എത്ര എന്നാണ് പറഞ്ഞത്? ഇങ്ങനത്തെ 100 എണ്ണം. ഇങ്ങനത്തെ 100 എണ്ണം. സോ ടോട്ടൽ 100. 100 എണ്ണത്തിന് 12,996.00. ഇത്രയും എന്താവുന്നു? സ്ക്വയർ സെൻറ്റിമീറ്റർ നമുക്ക് ആവശ്യമുണ്ട്.
ഇത്രയും സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ആവശ്യം. 1 plus 2 equal to 3, 1 plus 2 plus 3 equal to 6. 136 are non triangular numbers. 136 ആണ് ട്രയാങ്കുലർ നമ്പേഴ്സ് ആണ്. 149 പെർഫെക്റ്റ് സ്ക്വയറുകളാണ്, പൂർണ്ണസംഖ്യകൾ. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് പറയാണ് 1 plus 2 plus 3 plus എന്ന് പറഞ്ഞാൽ n into n plus 1/2 ആണ്. 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ 1. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ 9. അതായത് 1 2 3 1 2 3 6 6ൻ്റെ സ്ക്വയർ. അപ്പോൾ അടുത്ത വരി ഇതാ പറഞ്ഞാൽ 1ൻ്റെ ക്യൂബ് 2ൻ്റെ ക്യൂബ് 3ൻ്റെ ക്യൂബ് 4ൻ്റെ ക്യൂബ്. അപ്പോൾ 1 2 3 3 3 6 6 4 10 10ൻ്റെ സ്ക്വയർ 100 കിട്ടും. ഓക്കെ, അതാണ് ആദ്യത്തെ ചോദ്യം. വാട്ട് ഈസ് എ ഫിഫ്ത്ത് ട്രയാങ്കുലർ നമ്പർ? 1 2 3 4 ട്രയാങ്കുലർ നമ്പർ ഏതെന്നാണ് ചോദിച്ചത്. സോ 10 കഴിഞ്ഞാൽ അടുത്ത് 15. 15ൻ്റെ സ്ക്വയർ എത്ര? 225. 15ൻ്റെ സ്ക്വയർ. വാട്ട് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ഇൻ ദ 6th ലൈൻ? ഇതിൻ്റെ 6ാമത്തെ വരിയിലുള്ള 1 2 3 4 5 6ാമത്തെ വരിയിൽ. അപ്പോൾ 15 കഴിഞ്ഞാൽ എത്രയ്ക്ക് വരാം? അപ്പോൾ 1 3 6 അടുത്ത് 10 15 6 21 21 വരും. ഓക്കെ, അടുത്ത ഈ കാണുന്നതിൻ്റെ 10 ക്യൂബിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടെ നിങ്ങൾ നോക്കിയ മക്കളെ, അപ്പം 3 എണ്ണാണ് വരുന്നതെങ്കിൽ 6 സ്ക്വയർ. ഇതിൻ്റെ സമ്മിൻ്റെ സ്ക്വയർ 1 plus 2 plus 3ൻ്റെ സ്ക്വയർ. 2 എണ്ണം വരുന്നെങ്കിൽ 1 plus 2ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇത് 10 എണ്ണം വരികയാണെങ്കിൽ എത്രൻ്റെ സ്ക്വയറാണ് വരിക? 1 plus 2 plus 3 plus 10. അപ്പോൾ 1 plus 2 plus എക്സെട്ര പ്ലസ് 10 എത്ര കിട്ടും? 55 കിട്ടും അല്ലേ? ബൈ 110 വരുന്നുണ്ട് 55. സോ ഇതിനനുസരിച്ച് എത്രയ്ക്കും? 55ൻ്റെ സ്ക്വയറാണ് വരിക. 55ൻ്റെ സ്ക്വയർ. ഓക്കെ, 55ൻ്റെ സ്ക്വയർ. അത് നാച്ചുറൽ നമ്പറിൻ്റെ സമ്മാണ്. ഇനി അടുത്തത് ഇത് അപ് ടു n ക്യൂബ് ആണെങ്കിൽ എന്ത് വരും? n ഇൻറ്റു n plus 1/2 ഹോൾ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ ആൻസർ വരിക കേട്ടോ. n ഇൻറ്റു n plus 1/2 ഹോൾ സ്ക്വയർ. അപ്പം കമ്പാരിറ്റീവ്ലി കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്താ അവസ്ഥ നിങ്ങളാണ് കമൻറ്റ് ചെയ്യേണ്ടത്. എന്തായാലും ഉഷാറാക്കുക. നിങ്ങളെ കൊണ്ടാകുന്നത്രയും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ലാസ്റ്റിലേക്കുള്ള ഒരു 5 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് കുറച്ചൊരു ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അത് കാൽക്കുലേഷൻ്റെ പ്രശ്നമാണ്. കോൺസെപ്റ്റൊക്കെ അറിയാം, ചെയ്യാനും പറ്റുന്നുണ്ട്. പക്ഷേ ന്യൂമറിക്കൽ വരുന്ന സമയത്ത് സമയം ചിലപ്പോൾ പോയിട്ടുണ്ടാവും. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, ലേണിംഗ്. ബൈ.